നമസ്കാരം. കോവിഡ്-19 ഇന്ത്യയിലെ അനവധി സംസ്ഥാനങ്ങളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യവും ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഇനിയും തരണം ചെയ്തിട്ടില്ല. ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ അത് ബാധിച്ചിട്ടുണ്ട്. വികസിത രാഷ്ട്രങ്ങൾ എന്ന് അഭിമാനിക്കുന്നവരൊക്കെ ഇന്ന് ഈ കോവിഡ് ബാധയുടെ മുമ്പിൽ മുട്ടുകുത്തി കമന്ന് കിടക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഭാവി എന്നതിനെ കുറിച്ചുള്ള ആശങ്ക അവരെ ഒക്കെ വേട്ടയാടുന്നു. ഇപ്പോഴും നാളെ എന്താകുമെന്ന് പറയാൻ ആർക്കും ആകാത്ത ഒരവസ്ഥ ഉണ്ട് എന്ന് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പോലും തുറന്നു സമ്മതിക്കുന്നു. അപ്പോഴാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ആത്മവിശ്വാസവുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം. അതൊരു അഹങ്കാരമാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷെ എന്നാൽ തൻ്റെ കൈപ്പിടിയിലാണ് കാര്യങ്ങൾ ആ സംസ്ഥാനത്തേത് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. എല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ തങ്ങൾക്ക് കഴിയുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം, അവിടുത്തെ ജനങ്ങൾക്കൊപ്പം, അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം, മുതിർന്ന സർക്കാർ ജീവനക്കാർക്കൊപ്പം ഒക്കെ ആ മുഖ്യമന്ത്രി ഉണ്ട്. അവരെയൊക്കെ ആത്മവിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തൻ്റെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു കർമ്മ പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് യുപിയുടെ യോഗി ആദിത്യനാഥ്. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിയും ഒക്കെ വാവിട്ട് നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പണം തരണേ, പണം തരണേ എന്ന്. കിട്ടിയ പണത്തിന് കണക്കില്ല. കിട്ടിയ പണം എന്ത് ചെയ്തു എന്ന് ആരോടും പറയുന്നില്ല. കേന്ദ്രം കൊടുത്ത കോടികളുണ്ട് ഇവരുടെ പക്കല്. എന്നിട്ടും കേന്ദ്രത്തെ ആക്ഷേപിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് തരണം 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എവിടെ നിന്നായാലും വായ്പ എടുക്കാൻ അനുവദിക്കണം എന്നുള്ള പ്രസ്താവനയുമായിട്ട് നടക്കുന്ന ഒരു ധനകാര്യമന്ത്രി സർക്കാർ ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഹൈക്കോടതി തടഞ്ഞത് ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ ധനകാര്യ മന്ത്രിയുടെ ചെകിട്ടത്ത് അടിക്കുകയല്ലേ ഹൈക്കോടതി ചെയ്തത്? ഇവിടെ എന്തെങ്കിലും വികസന പദ്ധതികൾ ഇവർ നടപ്പിലാക്കുന്നുണ്ടോ? ഞാൻ രണ്ട് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുകയാണ്. വിദേശത്തുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ തങ്ങളുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തോളാൻ പറയുന്നു. കേരളത്തിന് പുറത്തുള്ള മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തോളാൻ പറയുന്നു. എന്നാൽ തിരിച്ചു കൊണ്ടുവരുന്ന പണി ഇവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത് നാട്ടുകാർ ചെയ്യണം, കേന്ദ്ര സർക്കാർ ചെയ്യണം. എന്നിട്ട് ഞങ്ങളാണ് ഈ സർവസ്വം ചെയ്തത് എന്ന് വിളിച്ചു കൂവി നടക്കുന്ന നാണമില്ലാത്ത ഒരു ഭരണകൂടമായിട്ട് കേരളത്തിലേത് മാറുന്നതാണ് നമ്മൾ ഇതിനിടയിൽ കാണുന്നത്. അപ്പോഴാണ് യോഗി ആദിത്യനാഥിന്റെ മഹത്വം, യുപിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുക. കേരളത്തിലെ അന്യദേശ തൊഴിലാളികൾ അനവധിയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അതിഥി തൊഴിലാളികളാണ്. അവരെ അതിഥികളായിട്ട് നമ്മൾ കണ്ട് സൽക്കരിക്കുന്നുണ്ട്. ഇപ്പൊ അവരെ പറഞ്ഞുവിടാനുള്ള തിരക്കിലാണ് കേരളം. എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞു വിട്ടാൽ മതി എന്നാണ് നാട്ടിലേക്ക്. എന്തായിരുന്നു ആദ്യം ഒരു കാലത്ത് ആഘോഷം? ഇവരെ സൽക്കരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ കാര്യം ശ്രദ്ധിക്കാനും ഒക്കെ ഞങ്ങളാണ് മുന്നിൽ നിന്ന് പറഞ്ഞ് നടന്നിരുന്നവരല്ലേ. ഇപ്പൊ പ്രത്യേക തീവണ്ടി അയച്ച് അവരെ പറഞ്ഞയക്കണം അത്രേ. അതിലും സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ല, അത് കേന്ദ്രം ചെയ്യണം. ഇങ്ങനെ സർവ്വതും മറ്റുള്ളവരുടെ തലയിൽ വെച്ചിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം മുഴുവൻ കേന്ദ്രം കൊടുക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാലും കേട്ടാലും എങ്കിലും മനസ്സിലാക്കണ്ടേ? ദൗർഭാഗ്യവശാൽ അതിനും ഈ കൂട്ടർ തയ്യാറല്ല. യുപിയില്
ശരിയാണ്, കോവിഡ് ബാധിത മേഖലകളിലൊക്കെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കേരളം തയ്യാറായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനാവശ്യമായ പണം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് SDRF-ൽ നിന്ന് ആവശ്യമുള്ള പണം എടുത്തോളാൻ പറഞ്ഞു. പണത്തിന് ഒരു ക്ഷാമവും ഉണ്ടാവേണ്ട കാര്യമില്ല ഇവിടെ. ഈ പറയുന്ന പ്രവാസികളായ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷണത്തിന്റെയും അവരുടെ വസ്ത്രത്തിന്റെയും പണം പോലും കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണ്. അത് SDRF-ൽ നിന്ന് എടുത്തോളം കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഇപ്പോ. അല്ലാതെ കേരളത്തിലെ ധനകാര്യമന്ത്രി ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഇതൊക്കെ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമല്ല അതിനുള്ള പണം എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് SDRF-ൽ നിന്ന് എടുത്തോളാൻ. പിന്നെ എന്തിനാ മറ്റു മേഖലകളിലേക്ക് ഇവർ ചിന്തിക്കുന്നേ? SDRF-ന്റെ പ്രത്യേകത അറിയാമല്ലോ, ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് കൊടുത്താൽ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഡൽഹിയിൽ നിന്ന് വരും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് കടമെടുക്കാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് കടം വാങ്ങി മൂടിയുന്ന പഴയ ഒരു കുടുംബക്കാരനവരെ പോലെ നടക്കുന്ന ഒരു ധനകാര്യമന്ത്രിയുടെ കീഴിലാണ് കേരളം. അപ്പോഴാണ് നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് നോക്കേണ്ടത്. കേരളത്തെക്കാൾ എത്രയോ അധികം കോവിഡ് ടെസ്റ്റുകൾ UP-ൽ നടന്നിരിക്കുന്നു, എത്രയോ അധികം. ഏതാണ്ട് 60,000-70,000 സാമ്പിളുകൾ അവർ പരിശോധിച്ചിട്ടുണ്ട്. ഒരു ദിവസം 4,000 സാമ്പിളുകളാണ് പരിശോധിക്കപ്പെടുന്നത്. ഏതാണ്ട് 24 മെഡിക്കൽ കോളേജുകളിലും മറ്റുമായിട്ട് ഏതാണ്ട് അനവധി ലാബുകൾ പുതുതായിട്ട് തന്നെ 10 തുടങ്ങിയിട്ടുണ്ട്. അവര് സത്വരസത്തോട് UP-യെ പോലുള്ള ഒരു സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷനിൽ വളരെ ലൂസ് നീറ്റാണെന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയാണ് ഇതൊക്കെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി നടക്കുന്നത്. 10,000 മുഖ്യമന്ത്രി പറയുന്നത് 10,000 ഐസൊലേഷൻ ബെഡുകൾ ഉണ്ടാക്കി, 20,000 ക്വാറന്റൈൻ ബെഡുകൾ ഉണ്ടാക്കി, 1000 വെന്റിലേറ്റേഴ്സ് ഉണ്ടാക്കി ഈ പറയുന്ന ദിവസങ്ങൾക്കകം. 17 ടെസ്റ്റിംഗ് ലാബുകൾ സക്രിയമായിട്ട് പ്രവർത്തിക്കുന്നു. വേറെയും കുറെ ലാബുകൾ തുടങ്ങാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടങ്ങളിലാണ്. അപ്പോ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി, കേരളത്തെ പോലെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം ചെയ്യുന്നതിനേക്കാൾ ജാഗ്രതയോടുകൂടി കർമ്മശേഷിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ UP-ക്കായി. അതിനേക്കാൾ ഉപരി അവിടുത്തെ ഹെൽത്ത് സ്റ്റാഫിനെ അവർക്കൊപ്പം മുഖ്യമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും നിലകൊണ്ടു. കേന്ദ്രം പ്രഖ്യാപിച്ച 50 ലക്ഷം ഉറുപ്പികയുടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ ആരോഗ്യ പ്രവർത്തകർക്ക്, എല്ലാവരെയും അതിന്റെ ഭാഗമാക്കി. ആശുപത്രിയിലെ തൂപ്പുകാരി മുതൽ മുതിർന്ന ആരോഗ്യ ഡയറക്ടർ വരെ, ആരോഗ്യ മേഖലയിലുള്ള സർവരി PPE കിറ്റുകൾ കൊടുത്തു, N95 മാസ്കുകൾ കൊടുത്തു. എല്ലാ കോവിഡ് ഹോസ്പിറ്റലുകളും വെൽ എക്യുപ്ഡ് ആക്കി. കഴിഞ്ഞ 3 വർഷക്കാലത്ത്, ആദിത്യനാഥ് വന്നതിന് ശേഷമുള്ള 3 വർഷക്കാലത്ത് ആരോഗ്യ മേഖലയിലുണ്ടായ വലിയ മാറ്റത്തിന്റെ തുടർച്ചയാണത്. മാത്രമല്ല ദേശീയ തലത്തിൽ ഇപ്പോഴാണ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങള്, അവർക്കെതിരായിട്ടുള്ള മോശമായ പെരുമാറ്റം ഒക്കെ വന്നാൽ നടപടി സ്വീകരിക്കുമെന്ന്. UP അതിനു മുമ്പേ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ചുള്ള നടപടി ഇത്തരക്കാർക്കെതിരെ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെയൊക്കെ സർക്കാർ സംരക്ഷിച്ചത്. ഞാനിത് പറയുന്നത് ഇതിനൊക്കെ ഇടയിലും ജീവനക്കാർക്ക്, നാട്ടുകാർക്ക്, തൊഴിലില്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ലാത്ത വിധം കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആദിത്യനാഥ് സർക്കാരിനായി എന്നതാണ്. അതും നമ്മളോട് ഓർക്കേണ്ടതുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഉടനെ തന്നെ സാധാരണ തൊഴിലാളികൾക്ക് പ്രയാസമുണ്ടാകും എന്ന സ്ഥിതി വന്നു. 2 തരക്കാരെയാണ്. കുറെ കർഷകർക്ക്, വിധവകൾക്ക്, വീട്ടമ്മമാർക്ക് ഒക്കെ കേന്ദ്ര ആനുകൂല്യം കിട്ടി. റേഷൻ അരി
സംസ്ഥാനം എല്ലാവർക്കും കൊടുത്തു. ഭക്ഷ്യധാന്യമില്ലാത്ത, ഭക്ഷണത്തിന് ക്ഷാമമില്ലാത്ത അവസ്ഥ ആദ്യമേ സൃഷ്ടിച്ചു എന്നർത്ഥം. അതിന് പുറമെയാണ് കേന്ദ്രത്തിന്റെ സഹായം എത്തിയത്. കർഷകർക്ക് 2000 ഉറുപ്പിക, ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ സ്ത്രീകൾക്ക് 500 ഉറുപ്പിക എത്തി. അതുപോലെ തന്നെ ഉജ്ജൽ യോജനയിൽപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് LPG ഗ്യാസ് എത്തി. അതിന് പുറമെ UP ചെയ്തത്, വഴിയോര കച്ചവടക്കാരുണ്ട്, അവരൊക്കെ പ്രതിസന്ധിയിലായി. അവരുടെ മുഴുവൻ കണക്കെടുത്തു. അവർക്കൊക്കെ ധനസഹായം സംസ്ഥാനം കൊടുത്തു. ഓരോ സാധാരണ തൊഴിലാളികളുണ്ട്, അവിടെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തവരാണ് അവരൊക്കെ, അവർക്കൊക്കെ ധനസഹായം കൊടുത്തു. ഇതൊക്കെ ത്രൂ ബാങ്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുക ഉണ്ടായത്. അതിനും പുറമെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് കണ്ട 1.5 ലക്ഷം സാധാരണക്കാരെ ഓരോ വീടുകളിലും ഭക്ഷ്യധാന്യം എത്തിക്കാൻ, സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടി നിയോഗിച്ചു. 1.5 ലക്ഷം പേർക്ക് ഒരാഴ്ച കൊണ്ട് UP ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കാര്യം. അവരുടെ ജോലി എന്താ? വീട്ടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ത്രീകളും അമ്മമാരും പ്രായമായവരും ഒക്കെ ഉണ്ടാകാം. അവർക്ക് ആവശ്യമുള്ള സാധനം, റേഷൻ സാമഗ്രികള്, ഭക്ഷ്യധാന്യങ്ങള്, പഴവർഗ്ഗങ്ങള്, പച്ചക്കറികൾ, അങ്ങനെ എന്തും അവർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതി, വലിയൊരു ചെയിൻ. 1.5 ലക്ഷം പേർക്ക് ജോലി കൊടുത്തു. അതിനിടയ്ക്കാണ് UP കുഴയ്ക്കുന്ന ഒരു കുതന്ത്രവുമായിട്ട് കേജ്രിവാൾ രംഗത്ത് വന്നത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ മുഴുവൻ കെട്ടുകെട്ടിക്കാൻ കളപ്പണി ചെയ്തത്. അവരെ മുഴുവൻ UP അതിർത്തിയിൽ കൊണ്ടുവിട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന തൊഴിലാളികളെ മുഴുവൻ എവിടെയെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചു. അവരെ പരിശോധിച്ചു, ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. അവരെ ക്വാറന്റൈൻ വിധേയമാക്കി. ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവർക്ക് 1000 ഉറുപ്പിക അപ്പ കൊടുത്തു. അവരുടെ വീടുകളിൽ അവർ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് തന്നെ ഭക്ഷ്യധാന്യവും എത്തിച്ചു. ക്വാറന്റൈൻ കഴിഞ്ഞ് പോകുന്നവർക്കും ഭക്ഷ്യധാന്യം കൊടുത്തു. വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ആദിത്യനാഥ് ഉണ്ടാക്കി. ഒന്നിനും ക്ഷാമമില്ലായിരുന്നു UP. മാത്രമല്ല, ഇന്നിപ്പോ ആദിത്യനാഥ്, അതാണ് നമ്മൾ ഏറ്റവും അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ആദിത്യനാഥിന്റെ പുതിയ പ്രഖ്യാപനം, ഇനി UP നിന്നൊരാളും അന്യ സംസ്ഥാനങ്ങളിൽ പണിക്ക് പോകേണ്ടി വരില്ല. 15 ലക്ഷം പുതിയ തൊഴിൽ മാർഗം ഞാൻ UP ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ് പ്രശ്നം പിന്നിടുന്നതോടുകൂടി ഇപ്പോൾ ഡൽഹിയിലും ബീഹാറിലും ബോംബെയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്ന UP ക്കാരുണ്ട്. നിത്യവേലയാണ് എടുക്കുന്നത്, കൂലിപ്പണിയാണ് എടുക്കുന്നത് 90% പേരും. അവർക്ക് ആ ജോലി സ്വന്തം നാട്ടിൽ കിട്ടുന്നു. അതിനുള്ള ഒരു വലിയ ബൃഹത് പദ്ധതിയാണ്. കാർഷിക രംഗത്ത് ഒരു വലിയ പദ്ധതി തുടരുന്നു. കാർഷിക മേഖലയിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 ലക്ഷം പേരെ പച്ചക്കറി വിതരണത്തിന് ഉപയോഗിച്ചെന്ന്. ആ നെറ്റ്വർക്ക് തന്നെ വ്യാപകമാക്കിയാൽ വീണ്ടും ഒരു 1.5-2 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു സമഗ്ര പദ്ധതിക്ക് UP രൂപം നൽകിയിരിക്കും. അതാണ് കണ്ടുപഠിക്കേണ്ടത് കേരളം ഉൾപ്പെടെ. ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിയില്ലാതെ കേരളത്തിൽ വന്നാൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേന്ദ്രം പണം കൊടുക്കണം, കേന്ദ്രം പദ്ധതി തയ്യാറാക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ച് പോരുന്നവരെ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ കേന്ദ്രം പണം കൊടുക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം ഗൾഫ് നാടുകളിൽ പോയിട്ട് ഈ അവിടുത്തെ പ്രവാസികൾക്ക് കൊടുത്ത ഉറപ്പുണ്ട്. ആ വീഡിയോ ഇന്നും പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റു നിങ്ങളുടെ എല്ലാ കാര്യവും, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന പ്രയാസം ഉണ്ടെങ്കിൽ എന്നാണ് അന്ന് പറഞ്ഞവര്. ഇന്നിപ്പോ കേന്ദ്രത്തിന്റെ കഴുത്തിൽ ഇത് മുഴുവൻ വെക്കാനാണോ ശ്രമിക്കുന്നത്? എന്താ കേന്ദ്രം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രവാസികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചത്?
എന്തെങ്കിലും ഒരു ചെറിയ വിരലനക്കം അവർ നടത്തിയോ? ഗൾഫ് റീജിയണിൽ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പ്രതിസന്ധി കമിഞ്ഞു ഉരുണ്ടു കൂടുന്നത് നമ്മൾ കണ്ടതല്ലേ? എത്ര ആയിരങ്ങൾ ഇവിടെ വന്നു. അവർക്ക് ആർക്കെങ്കിലും ഒരു 1000 പേർക്ക് പുനരധിവാസത്തിനുള്ള സൗകര്യം ഒരുക്കി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് നിങ്ങൾ UPയെ കണ്ടുപഠിക്കേണ്ടത്, ആദിത്യനാഥിനെ കണ്ടുപഠിക്കേണ്ടത്. ഇന്ത്യയില് ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല. ആദിത്യനാഥിനെ UP മുഖ്യമന്ത്രി ആക്കിയപ്പോ കടന്നു നിലവിളിച്ച കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സഹിക്കാനാവാതെ ഒരു ഹിന്ദു സന്യാസി UP പോലുള്ള ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആകുന്നത് കണ്ട് സഹിക്കാനാവാത്ത സെക്യുലർ മാധ്യമ പ്രവർത്തകരെ, അവരുടെ കാപട്യം ഞാൻ ഇനി വിവരിക്കേണ്ടതില്ലല്ലോ. ഇന്നിപ്പം പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് UP ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ്സ് വിശദീകരിക്കുന്നു. UPയിൽ നടക്കുന്ന കാര്യങ്ങൾ ജനസമക്ഷം കൊണ്ടുവരുന്നു. അത് വായിക്കണം ഈ കൂട്ടര്. കേരളത്തിലെ കപട മതേതരത്വത്തിന്റെ പ്രവാചകന്മാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ. UP ആണ് വഴികാട്ടിയാകുന്നത് ഇന്ത്യക്ക്. ആദിത്യനാഥാണ് ഇന്ത്യക്ക് വഴികാട്ടിയാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉയർന്നു വരുന്ന താരമാണ് യോഗി ആദിത്യനാഥ് എന്നതും കൂടി നമ്മൾ ഇവിടെ ഓർക്കണം. ഭാവി പ്രധാനമന്ത്രിയാണ് ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ അത് ആരെയും കുറച്ച് കാണേണ്ടതില്ല, വേറെ ആരുടെയും കഴിവുകളെ കുറച്ച് കാണുകയല്ല. പക്ഷേ ആദിത്യനാഥ് ഈസ് ഗോയിങ് ടു ബി എ PM നോമിനി, PM കാൻഡിഡേറ്റ് ആകും ഒരു അടുത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് അദ്ദേഹത്തിന്റെ ഭരണ നിപുണത. അത് അദ്ദേഹത്തിന് 3 വർഷം കൊണ്ട് UPയെ പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് കാണിച്ചു കൊടുക്കാനായി. നമുക്ക് കാത്തിരിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്. കേരളം കുറ്റപ്പെടുത്തി, നാട്ടുകാരെ കുറ്റപ്പെടുത്തി, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി, ജനങ്ങളെ കുറ്റപ്പെടുത്തി, ജീവനക്കാരെ കുറ്റപ്പെടുത്തി നടക്കുന്ന കേരളത്തിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നവര് ഇടയ്ക്കെങ്കിലും UPയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ സ്വന്തം നാടിനെ നന്നാക്കാനുള്ള പണം ഉണ്ടാക്കുന്നു. ചൈനയിൽ നിന്നുള്ള ചില കമ്പനികൾ പൂട്ടിപ്പോന്നപ്പോ അവർക്ക് എല്ലാ സൗകര്യവും കൊടുത്തത് ആദിത്യനാഥ് സർക്കാരാണ്. വന്നത് കുറച്ച് കമ്പനികളായിരിക്കാം, പക്ഷെ വന്നു എന്നതാണ് പ്രശ്നം. കേരളത്തിൽ ഒരു പെട്ടിക്കട തുടങ്ങാൻ ആരെങ്കിലും വരാറുണ്ടോ? അതാണ് കേരളവും ചിന്തിക്കേണ്ടത്. നമസ്കാരം.